അതേപോലെ തന്നെ പ്രവാചകന്മാരുടെ ചരിത്രം വിശദീകരിക്കുമ്പോൾ ബൈബിളിൽ നിന്ന് വ്യത്യസ്തമായി പരിശുദ്ധ ഖുർആൻ അവരുടെ വിശുദ്ധി വളരെ കാത്തു സൂക്ഷിച്ച് സംസാരിക്കുന്നത് കാണാൻ കഴിയും. ബൈബിളിലെ നോഹ പ്രവാചകൻ എന്ന് പറഞ്ഞാൽ വീഞ്ഞു കുടിച്ച് മതിമത്തനാകുന്ന പ്രവാചകനാണ്. എന്നാൽ പരിശുദ്ധ ഖുർആനിലെ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അങ്ങനെയല്ല. ബൈബിളിലെ ലോത്ത് പ്രവാചകൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹം മദ്യപിച്ച് ലക്ക് കെട്ട് സ്വന്തം പെൺമക്കളുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടേണ്ടി വന്ന പ്രവാചകനാണ്. നഊദുബില്ല. പരിശുദ്ധ ഖുർആനിലെ ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് പരാമർശങ്ങളിൽ അങ്ങനെയൊന്നുമില്ല. ഇതെല്ലാം മരിച്ചുകൊണ്ടാണ് മുഹമ്മദ് നബി ഉണ്ടാക്കിയത് എന്ന് വാദിക്കുന്നത് എത്രത്തോളം വിചിത്രമാണ്. ഇനി നിങ്ങൾ നോക്കുക, അതേപോലെ തന്നെ ബൈബിളിലെ ദാവീദ് പ്രവാചകൻ എന്ന് പറഞ്ഞാൽ ബൈബിളിലെ പ്രധാനപ്പെട്ട ഒരു പുസ്തകത്തിൻ്റെ കർത്താവാണ്. സങ്കീർത്തന പുസ്തകത്തിൻ്റെ കർത്താവാണ് ദാവീദ്. പക്ഷേ ദാവീദ് വളരെ വലിയ തോന്നിവാസിയായിരുന്നു എന്നാണ് നമുക്ക് കാണാൻ കഴിയുക. പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അങ്ങനെയല്ല. ഇങ്ങനെ പരിശുദ്ധ ഖുർആനിലെ ചരിത്ര കഥനത്തിന് ബൈബിളിൽ നിന്ന് ഒരുപാട് വ്യത്യാസമുണ്ട്. ഖുർആൻ ബൈബിളിൽ നിന്ന് കോപ്പി അടിച്ചതല്ല എന്ന് സ്ഥാപിക്കുവാൻ വേണ്ടി അവർ നടത്തുന്ന അവരുടെ മറ്റൊരു തെറ്റായ വാദം ഇപ്രകാരമാണ്: ബൈബിളിലെ ചില വ്യക്തികൾ പാപം ചെയ്തതായും മോശമായ കാര്യങ്ങൾ ചെയ്തതായും ബൈബിളിൽ എഴുതിയിരിക്കുന്നു. പ്രവാചകന്മാരെ പറ്റി മോശമായ കാര്യങ്ങൾ ബൈബിളിൽ എഴുതിയിരിക്കുന്നതിനാൽ ബൈബിൾ തെറ്റാണ്. അവരെപ്പറ്റി അത്തരം മോശമായ കാര്യങ്ങൾ ഖുറാനിൽ എഴുതാത്തത് കൊണ്ട് ഖുറാനാണ് ശരി. ഇതാണ് അവരുടെ വാദം. എന്നാൽ ഈ വാദം പരിപൂർണമായും തെറ്റാണ് എന്ന് തെളിയിക്കാൻ അധികം മിനിറ്റുകൾ വേണ്ട, ഏതാനും മിനിറ്റുകൾ കൊണ്ട് ഞാനത് തെളിയിക്കാം. സത്യത്തിൽ ഇത്തരം വാദങ്ങൾ മനുഷ്യൻ്റെ സാമാന്യ ബുദ്ധിക്ക് ചേരുന്നതല്ല. ലോത്ത്, നോഹ, ദാവീദ് തുടങ്ങിയ വ്യക്തികളുടെ ജീവിതത്തിൽ സംഭവിച്ച ചില അരുതാത്ത കാര്യങ്ങൾ ബൈബിളിൽ വളരെ സത്യസന്ധമായി രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളത് വാസ്തവമാണ്. അത്തരം തെറ്റുകൾ ദൈവമോ ബൈബിളോ അവർ തന്നെയോ അംഗീകരിക്കുന്ന കാര്യമല്ല. പക്ഷേ ചില സാഹചര്യങ്ങൾ കൊണ്ടും മാനുഷികമായ ബലഹീനതകൾ കൊണ്ടും അങ്ങനെ സംഭവിച്ചതാണ്. അത് ബൈബിളിൽ അതുപോലെ തന്നെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അതുകൊണ്ടുണ്ടായ ദോഷഫലങ്ങളെപ്പറ്റിയും ബൈബിൾ വിവരിക്കുന്നുണ്ട്. അതുകൊണ്ട് അവ വരും തലമുറകൾ അത്തരം തെറ്റുകളിൽ പെട്ട് വഷളായി പോകാതെ വിശുദ്ധിയോടെ ജീവിക്കണമെന്നുള്ള ഒരു മുന്നറിയിപ്പും പ്രബോധനവും ബുദ്ധി ഉപദേശവുമാണ് അതിലൂടെ ദൈവം തരുവാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതൊക്കെ രേഖപ്പെടുത്തിയതിന് വ്യക്തമായ ഉദ്ദേശങ്ങൾ ദൈവത്തിനുണ്ട്, ബൈബിളിനുണ്ട് എന്ന് നാം മനസ്സിലാക്കണം. അതിനാൽ അത്തരം സംഭവങ്ങൾ എഴുതിയിരിക്കുന്നത് കൊണ്ട് ബൈബിൾ അഴുക്കാണ് എന്ന് പറയുന്നത് എത്രയോ വലിയ വിവരക്കേടാണ്. ഉദാഹരണമായി, ഒരു ന്യൂസ് പേപ്പറിൽ സുപ്രസിദ്ധനായ ഒരു നേതാവിന് സംഭവിച്ച തെറ്റുകൾ എഴുതിയത് കൊണ്ട് ആ ന്യൂസ് പേപ്പർ അഴുക്കാണ് എന്ന് പറയുന്നത് എത്രയോ പരിഹാസ്യമായ വാദമാണ്, വിവരക്കേടാണ്. മറിച്ച് അത്തരം വാർത്ത കൊടുത്തതുകൊണ്ട് ആ പത്രം തങ്ങളുടെ വിശ്വാസ്യതയും സത്യസന്ധതയും വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷപാതരഹിതമായി ഒരു വസ്തുതയെ ചൂണ്ടിക്കാണിക്കുന്നു, എഴുതുന്നു, ലോകത്തിൻ്റെ മുമ്പിൽ അതിനെ അവതരിപ്പിക്കുന്നു. അതാണ് സത്യസന്ധത. അല്ലാതെ കാര്യങ്ങൾ ഒളിച്ചു വെച്ച് ആരെയെങ്കിലും നല്ലതായി ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നത് അതൊരു കാപട്യമല്ലേ? അതുതന്നെയാണ് ഈ വിഷയത്തിൽ ബൈബിളിലും സംഭവിച്ചിരിക്കുന്നത്. ഇത്തരം സംഭവങ്ങൾ സത്യസന്ധമായി എഴുതിയിരിക്കുന്നതിനാൽ ബൈബിളിൻ്റെ ആധികാരികതയും വിശ്വാസ്യതയും സത്യസന്ധതയും പ്രയോജനവും മനുഷ്യവർഗത്തിന് ബോധ്യപ്പെട്ട കാര്യങ്ങളാണ്. എന്നാൽ ഖുറാനിലാകട്ടെ ഇത്തരം വ്യക്തികളുടെ ഇത്തരം ജീവിത സംഭവങ്ങളെ മറച്ചുവെച്ച് അവരെയും പുസ്തകത്തെയും നല്ലതാണ് എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നത് വെറും കാപട്യമല്ലേ? അതായത് ഒരു മനുഷ്യൻ്റെ, പ്രവാചകനാകട്ടെ ആരുമാകട്ടെ, കുറ്റങ്ങളെല്ലാം മറച്ചു വയ്ക്കുകയും നല്ല കാര്യങ്ങൾ മാത്രം പെരുപ്പിച്ചു പറയുകയും ചെയ്യുന്നത് കൊണ്ട് ആ ആൾ നല്ലതായിത്തീരുമോ? അത് വെറും മനുഷ്യരുടെ മുമ്പിലുള്ള ഒരു പ്രൊപ്പഗാൻഡ മാത്രമായിട്ട് തീരുകയില്ലേ? അതുകൊണ്ട് ദൈവസന്നിധിയിൽ ആരെങ്കിലും നീതീകരിക്കപ്പെടുമോ? ഇല്ല. മുഹമ്മദ് ദാവീദിനേക്കാൾ നല്ലവനും വിശുദ്ധനുമായിരുന്നുവെന്ന് തെളിയിക്കാൻ കഴിയുമോ?
ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് പ്രവാചകന്മാർക്കും മനുഷ്യർക്കും തെറ്റില്ലെന്നോ അവർ പരിപൂർണരാണെന്നോ അല്ല. ആ രീതിയിലല്ല ബൈബിൾ പഠിപ്പിക്കുന്നത്. മറിച്ച് തെറ്റുകളെ ദൈവസന്നിധിയിൽ സമ്മതിച്ച്, അതാരാണെങ്കിലും എത്ര വലിയ മനുഷ്യനാണെങ്കിലും തെറ്റുണ്ടെന്നും തെറ്റുകളെ ദൈവസന്നിധിയിൽ സമ്മതിച്ച് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചാൽ സന്തോഷത്തോടെ ക്ഷമിക്കുന്ന ഒരു ദൈവമുണ്ടെന്നുമാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. അങ്ങനെ പാപം ക്ഷമിക്കാനുള്ള ദൈവനീതിയുടെ ദൈവന്യായത്തിൻ്റെ അടിസ്ഥാനമാണ് മനുഷ്യപാപത്തിന് പരിഹാരവും പ്രായശ്ചിത്തവുമായി തീർന്ന യേശു ക്രിസ്തുവിൻ്റെ കുരിശുമരണം. പാപത്തിൻ്റെ ഫലം മരണമാണ്. ആ മരണമാണ് യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ സ്വന്തം ശരീരത്തിൽ മനുഷ്യവർഗത്തിൻ്റെ പാപങ്ങളെ ചുമന്നുകൊണ്ട് കുരിശന്മേൽ കയറി ഏറ്റെടുത്തത്. ആ ചരിത്ര യാഥാർത്ഥ്യത്തെ നിഷേധിക്കുന്നത് ചരിത്രത്തിൻ്റെ നിഷേധമാണ് എന്ന് മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കണം. ചരിത്രത്തെയും ജീവിത യാഥാർത്ഥ്യങ്ങളെയും നിഷേധിക്കുന്നത് ഭീരുത്വമാണ്, യാഥാർത്ഥ്യങ്ങളിൽ നിന്നുള്ള ഒളിച്ചോട്ടമാണ്. അവയെ അംഗീകരിച്ച് അവയ്ക്ക് ദൈവം നൽകിയ പരിഹാരം സ്വീകരിച്ച് ദൈവത്തിന് കീഴടങ്ങുന്നതാണ് നമുക്ക് ഏറ്റവും യുക്തിസഹമായി മനുഷ്യന് ചെയ്യുവാൻ കഴിയുന്ന കാര്യം എന്ന് മനസ്സിലാക്കുക.